ഒട്ടനവധി വൈവിധ്യങ്ങളും നിഗൂഢതകളും നിറഞ്ഞ ഒരു ഗ്രഹമാണല്ലോ നമ്മുടെ കൊച്ചുഭൂമി. ഓരോ ദിവസവും നമ്മുടെ ലോകം വളരെ വേഗം ഡെവലപ്പാകുന്നുണ്ടെങ്കിലും ഇപ്പോഴും വളരെ വേറിട്ട ജീവിതശൈലികളിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യവിഭാഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള ഭൂമിയിലെ ഏറ്റവും വിചിത്രവും അപകടകാരികളും അതേസമയം നിഗൂഢവുമായ ചില ഗോത്രങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. പപ്പുവ ന്യൂഗിനിയയിലെ വിചിത്ര ഗോത്രങ്ങൾ. പുറം ലോകത്തിനെ കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ചില പാരമ്പര്യങ്ങൾ ഇന്നും കൊണ്ടു നടക്കുന്ന ചില ഗോത്രങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. പപ്പുവ ന്യൂഗിനിയയുടെ ഉള്ളിൽ ചില ഗോത്രങ്ങൾ മനുഷ്യമാംസം കഴിക്കുന്ന ആചാരത്തിന് പേരുകേട്ടവരാണ്. ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നാണിത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള സ്ഥലങ്ങളിലൊന്നാണ് പപ്പുവ ന്യൂഗിനിയ. ഏകദേശം 1000ഓളം ഗോത്രങ്ങളും 840ലധികം ഭാഷകളും അവിടെയുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യവും ഇതുതന്നെയാണ്. 1975 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇവരിലെ ചില ഗ്രൂപ്പുകൾ മനുഷ്യമാംസം കഴിക്കുന്ന രീതിക്ക് വലിയ കുപ്രസിദ്ധരാണ്. പുറത്തുള്ളവർക്ക് ഇത് വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അവർക്ക് ഇതിന് പിന്നിൽ വലിയൊരു ആത്മീയ കാരണമുണ്ട്. അതായത് മരിച്ചവരെ അടക്കം ചെയ്യുകയോ കത്തിക്കുകയോ ചെയ്യുന്നതിന് പകരം അവർ മൃതദേഹം ഭക്ഷിക്കുകയാണ് ചെയ്യുക. മൃതദേഹങ്ങൾ പുഴുക്കൾ തിന്നു തീർക്കുന്നത് വലിയ നാണക്കേടാണെന്നാണ് അവർ കരുതുന്നത്. മൃതദേഹം ഭക്ഷിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ആത്മാവ് തങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുമെന്നും അത് പൂർവികരുമായുള്ള ബന്ധം ശക്തമാക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പരിപാടിയല്ല, മറിച്ച് എന്തെങ്കിലും യുദ്ധത്തിന് ശേഷമോ പ്രത്യേക ചടങ്ങുകൾക്കോ മാത്രമാണ് നടക്കുന്നത്. യുദ്ധത്തിൽ മരിച്ച ശത്രുവിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് തിന്മയ്ക്കെതിരെയുള്ള ഒരു പ്രതിരോധമായും വിജയത്തിൻ്റെ അടയാളമായും അവർ കാണുന്നു. ഹഡ്സ ട്രൈബ്. ലോകത്ത് ഇന്നും വേട്ടയാടി ജീവിക്കുന്ന ചുരുക്കം ചില യഥാർത്ഥ ഗോത്രങ്ങളിലൊന്നാണ് ടാൻസാനിയയിലെ ഹഡ്സ ഗോത്രം. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവർ കിഴക്കൻ ആഫ്രിക്കൻ പുൽമേടുകളിൽ ഇതേ രീതിയിൽ ജീവിച്ചു പോരുന്നു. മനുഷ്യർ പണ്ട് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവരുടെ ജീവിതം. ഭക്ഷണത്തിനായി കാട്ടിലെ സാധനങ്ങൾ ശേഖരിക്കുകയും മൃഗങ്ങളെ വേട്ടയാടുകയും ചെയ്താണ് ഇവർ ജീവിക്കുന്നത്. ചെടികളെയും മൃഗങ്ങളെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള ഇവരുടെ അറിവ് അപാരമാണ്. ഈ അറിവുകൾ തലമുറകളായി അവർ കൈമാറി വരികയും ചെയ്യുന്നുണ്ട്. ഇവരുടെ സംസ്കാരത്തിൻ്റെ പ്രധാന ഭാഗം വേട്ടയാടലാണ്. പുരുഷന്മാർ അതിരാവിലെ തന്നെ കയ്യിൽ സ്വന്തമായി ഉണ്ടാക്കിയ വില്ലും വിഷം പുരട്ടിയ അമ്പുകളുമായി ഇറങ്ങും. വളരെ ക്ഷമയോടെ മൃഗങ്ങളെ പിന്തുടർന്ന് പിടിക്കാൻ ഇവർ മിടുക്കരാണ്. ഹഡ്സകളെ സംബന്ധിച്ചിടത്തോളം വേട്ടയാടൽ വെറും ഒരു ഭക്ഷണം കണ്ടെത്താനുള്ള മാർഗമല്ല, അത് അവരുടെ ഗോത്രത്തിൻ്റെ ബന്ധങ്ങൾ ഉറപ്പിക്കുകയും ഐക്യം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ആചാരം കൂടിയാണ്. തേൻ ശേഖരിക്കുന്ന കാര്യത്തിലും ഇവർ ഒട്ടും പിന്നിലല്ല. ഗോത്രത്തിലെ പുരുഷന്മാർ വലിയ ബയോബാബ് മരങ്ങളിൽ കയറി തേനീച്ചകളുടെ കുത്തൊന്നും പേടിക്കാതെ 15 മീറ്ററോളം ഉയരത്തിൽ നിന്നൊക്കെ തേനെടുക്കും. തുടർന്ന് രാത്രിയാകുമ്പോൾ തീ കായുന്നിടത്ത് ഒരുമിച്ച് ചേരും. അവിടെ കഥകൾ പറഞ്ഞും ചിരിച്ചും അവർ തങ്ങളുടെ പാരമ്പര്യം നിലനിർത്തുന്നു. പക്ഷേ ഈ സമാധാനപരമായ ജീവിതത്തിനിടയിൽ അവർ വലിയൊരു പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ആധുനിക കൃഷിരീതികളും പുതിയ കുടിയേറ്റങ്ങളും കാരണം ഇവരുടെ ഭൂമിയുടെ 75 മുതൽ 90% നഷ്ടപ്പെട്ടു കഴിഞ്ഞു അത്രേ. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവർ ഊട്ടിയിരുന്ന വിശാലമായ കാടുകൾ ഇന്ന് ചെറുതായി മാറി. അയൽപക്കത്തെ മറ്റു ഗോത്രങ്ങളെ പോലെയല്ല ഇവർ പശുക്കളെ വളർത്തുകയോ നിലം ഉഴുത് കൃഷി ചെയ്യുകയോ ചെയ്യില്ല. ഇവർക്ക് ആകെയുള്ളത് വേട്ടയാടലും കാട്ടിലെ സാധനങ്ങൾ ശേഖരിക്കലും അതിനുള്ള ഇവരുടെ പ്രത്യേക കഴിവുകളുമാണ്. കൂടാതെ ഇവർ ഗ്രേറ്റർ ഹണിഗൈഡ് എന്ന ഒരു പക്ഷിയുമായി സംസാരിക്കുമത്രേ. ഈ പക്ഷി അവരെ കാട്ടിലെ തേൻകൂടുകളിലേക്ക് വഴി നടത്തി കൊണ്ടുപോകുമെന്നും പറയപ്പെടുന്നു. നമുക്കൊക്കെ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ പോലും ഇവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ ദഹിക്കുകയും ഇവർ കഴിക്കുകയും ചെയ്യും. ഹുവാറോണി ട്രൈബ്. ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ ഒരിടമായ ആമസോൺ വനത്തിനുള്ളിലും ചില ഗോത്രങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരാണ് ഹുവാറോണി അഥവാ വാറോണി എന്ന ഗോത്രം. ഏകദേശം 4000 പേരടങ്ങുന്നതാണ് ഈ ഗോത്രം. ഹുവാറോണികൾ അവരുടെ ജീവിത രീതിയിൽ മാത്രമല്ല ഭാഷയിലും സ്പെഷ്യലാണ്. ലോകത്ത് വേറെ ഒരു ഭാഷയുമായും സാമ്യമില്ലാത്ത ഒരു പ്രത്യേക ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. വർഷങ്ങളായി ഇക്വഡോറിലെ കാടുകളിൽ മാത്രം ജീവിക്കുന്ന ഇവർ വേട്ടയാടിയും കാട്ടിലെ സാധനങ്ങൾ ശേഖരിച്ചുമാണ് കഴിയുന്നത്. പ്രത്യേകിച്ച് മരങ്ങളിൽ വസിക്കുന്ന കുരങ്ങുകളെയും പക്ഷികളെയും വേട്ടയാടാൻ ഇവർ ഉപയോഗിക്കുന്ന ബ്ലോഗണ്ണുകൾ അഥവാ ഊത്തുകുഴലുകൾ പ്രസിദ്ധമാണ്.
അവർക്ക് കാടാണ് അവരുടെ ലോകം. പക്ഷേ ഇന്ന് ഇവർ വലിയ ഭീഷണിയിലാണ്. മരം വെട്ടും പെട്രോളിയം ഖനനവും ഇവരുടെ സ്ഥലത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് കാരണം പണ്ട് അങ്ങുമിങ്ങും നടന്ന് വേട്ടയാടിയിരുന്ന പലരും ഇന്നും ഒരിടത്ത് തന്നെ സ്ഥിരമായി താമസിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. സെന്റിനലീസ്. ലോകത്തിലെ ഏറ്റവും നിഗൂഢവും പേടിപ്പെടുത്തുന്നതുമായ ഗോത്രങ്ങളിലൊന്നാണ് സെന്റിനലീസ്. ബംഗാൾ ഉൾക്കടലിലെ നോർത്ത് സെന്റിനൽ ദ്വീപിൽ ആരുടെയും നിയന്ത്രണങ്ങളില്ലാതെ കഴിയുന്ന മനുഷ്യരാണിവർ. ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലെ ഏകദേശം 60 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഈ ചെറിയ ദ്വീപിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവർ താമസിച്ചു വരുന്നു. കാട്ടിലെ സാധനങ്ങൾ ശേഖരിച്ചും കടലിൽ നിന്ന് മീൻ പിടിച്ചുമാണ് ഇവരുടെ ജീവിതം. ചെറിയ വള്ളങ്ങൾ ഉപയോഗിച്ച് അവർ കടൽ തീരങ്ങളിലൂടെ മീൻ പിടിക്കാൻ യാത്ര ചെയ്യുന്നുണ്ട്. കാടിനുള്ളിൽ ഇവർ മൃഗങ്ങളെ വേട്ടയാടുകയും ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തുകയുമാണ് ചെയ്യുക. ഒരുപാട് കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന വലിയ വീടുകളും കടൽ തീരത്ത് താൽക്കാലികമായി ഉണ്ടാക്കുന്ന ചെറിയ കൂടാരങ്ങളും ഇവർക്കുണ്ട്. നാരുകൾ കൊണ്ടുണ്ടാക്കിയ ചരടുകളും മാലകളും അരപ്പട്ടകളും ധരിക്കുന്ന ഇവർ എപ്പോഴും കയ്യിൽ ഈട്ടിയും അമ്പും വില്ലും കരുതാറുണ്ട്. ഇത് അവരുടെ അതിജീവനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമാണ്. തങ്ങൾക്ക് പുറം ലോകവുമായി ഒരു ബന്ധവും വേണ്ടെന്ന് സെന്റിനലീസ് പണ്ടേ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അവിടേക്ക് ചെല്ലുന്നവർ ജീവൻ പണയപ്പെടുത്തേണ്ടി വരും. 2006 അബദ്ധത്തിൽ അവിടെ കരയ്ക്കടിഞ്ഞ 2 മീൻപിടുത്തക്കാരെയും 2018 അവരെ മതം മാറ്റാൻ ചെന്ന ജോണലൻ ചൗ എന്നയാളെയും അവർ കൊലപ്പെടുത്തിയത് ഇതിനുദാഹരണമാണ്. അവരെ മാറ്റാൻ ചെന്ന ചൗവിൻ്റെ ശ്രമം യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസ പോലുള്ള മാരകമായ അസുഖങ്ങൾ ആ ഗോത്രത്തിൽ പടരാൻ കാരണമായേനെ. അവർ ഇങ്ങനെ വാശി കാണിക്കുന്നതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുമുണ്ട്. പണ്ട് ആൻഡമാനിലെ മറ്റ് ഗോത്രങ്ങൾക്ക് പുറം ലോകവുമായുണ്ടായ ബന്ധം അവർക്ക് വലിയ അസുഖങ്ങളും സാംസ്കാരികമായ തകർച്ചയുമാണ് സമ്മാനിച്ചത്. 1970കളിലും 80കളിലും അവരുമായി സൗഹൃദമുണ്ടാക്കാൻ സർക്കാർ കുറച്ച് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനായി കടൽ തീരത്ത് അവർക്കായി തേങ്ങയും പഴങ്ങളും ലോഹക്കഷ്ണങ്ങളുമൊക്കെ വെച്ചുകൊടുത്തു. ചിലപ്പോഴൊക്കെ അവർ അത് സ്വീകരിച്ചുവെങ്കിലും പലപ്പോഴും അമ്പെയ്താണ് അധികൃതരെ അവർ ഓടിച്ചത്. ഇന്ന് ഇന്ത്യൻ സർക്കാർ ഈ ദ്വീപിലേക്ക് പോകുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഗോത്രക്കാരെയും പുറത്തുള്ളവരെയും ഒരുപോലെ സംരക്ഷിക്കാൻ ദ്വീപിന് ചുറ്റും 5 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ ആരും പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരു മേഖല തന്നെ ഒരുക്കിയിട്ടുണ്ട്. മസായി ഗോത്രം. കിഴക്കൻ ആഫ്രിക്കയിൽ പ്രധാനമായും കെനിയയിലും ടാൻസാനിയയിലുമാണ് ഇവരെ കണ്ടുവരുന്നത്. ഇവരുടെ സവിശേഷമായ രീതികളും സംസ്കാരവും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. നല്ല കളറുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെയാണ് ഇവരുടെ പ്രധാന അടയാളം. പക്ഷേ മസായികൾക്ക് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. സൗത്ത് സുഡാനിലെ നൈൽ താഴ്വരയിൽ നിന്നാണ് തങ്ങൾ വന്നതെന്നാണ് മസായികൾ വിശ്വസിക്കുന്നത്. 15ാം നൂറ്റാണ്ട് മുതലാണ് അവർ തെക്കോട്ട് കുടിയേറാൻ തുടങ്ങിയത്. ആ യാത്രയിൽ അവർക്ക് കന്നുകാലികളുമായി ഒരു പ്രത്യേക ബന്ധം തന്നെ ഉണ്ടായിരുന്നു. അത് ഇന്നും അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അവർക്ക് കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ വെറും മൃഗങ്ങളല്ല, അത് വലിയ സമ്പത്തും അന്തസ്സുമാണ്. ഒരാൾക്ക് എത്രത്തോളം പശുക്കളുണ്ടോ അത്രത്തോളം വലിയ ആളായിട്ടാണ് അയാളെ കാണുന്നത്. വിവാഹ സമയത്ത് സ്ത്രീധനമായി നൽകുന്നത് ഈ പശുക്കളെയാണ്. ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ടത്രേ. മസായികളുടെ പ്രധാന ഭക്ഷണം പാൽ, മൃഗങ്ങളുടെ രക്തം, ഇറച്ചി എന്നിവയൊക്കെയാണ്. ഈ ഭക്ഷണ രീതിയാണ് അവർക്ക് നല്ല ഉയരവും കരുത്തും നൽകുന്നത്. ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ഉയരമുള്ളതും ശാരീരിക ശേഷിയുള്ളവരുമായി ഇവർ മാറാൻ പ്രധാന കാരണം ഇതാണ്. പക്ഷേ ഇവരുടെ ചരിത്രം വല്ലാത്ത കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. 1883നും 1902നുമിടയിൽ എമുത്തായി എന്ന് വിളിക്കുന്ന ഒരു കാലത്ത് വലിയ വരൾച്ചയും അസുഖങ്ങളും ഇവരെ തകർക്കുകയുണ്ടായി. റിൻഡർപെസ്റ്റ് എന്ന അസുഖം വന്ന് അവരുടെ 90% പശുക്കളും ചത്തുപോവുകയും വസൂരി വന്ന് മനുഷ്യരും മരണപ്പെടുകയുണ്ടായി. പിന്നാലെ വന്ന യൂറോപ്യൻ കുടിയേറ്റക്കാർ ഇവരുടെ ഫലഭൂയിഷ്ടമായ നല്ല മണ്ണൊക്കെ പിടിച്ചെടുക്കുകയും 1911 ബ്രിട്ടീഷുകാരുമായുള്ള ഒരു കരാർ വന്നതോടെ തോക്കിന് മുനയിൽ നിർത്തി മസായികളെ അവരുടെ നല്ല സ്ഥലങ്ങളിൽ നിന്നും തെക്ക് ഭാഗത്തുള്ള മോശം ഭൂമിയിലേക്ക് ഓടിക്കുകയുമാണ് ഉണ്ടായത്. ആ നഷ്ടം ഇന്നും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും ഫേമസ് ആയ ഒരു ആക്ടിവിറ്റിയാണ് അതുമൂം അഥവാ ജമ്പിംഗ് ഡാൻസ്. ഇത് യുവാക്കളുടെ പ്രായപൂർത്തിയാകുന്ന ചടങ്ങുകളിലാണ് കളിക്കുന്നത്. ആൺകുട്ടികൾ വായുവിലേക്ക് നല്ല ഉയരത്തിൽ ചാടിക്കൊണ്ട് തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയാണ് ഇവിടെ ചെയ്യുക. ശരീരം നേരെ വെച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കാലുകളുടെ ശക്തിയിൽ മാത്രമാണ് ഇത്ര ഉയരത്തിൽ ഇവർ ചാടുന്നത്. മസായികളെ സംബന്ധിച്ചിടത്തോളം ഈ ചാട്ടം വെറുമൊരു പ്രകടനമല്ല, അത് അവരുടെ പക്വതയുടെയും അഭിമാനത്തിൻ്റെയും അടയാളമാണ്. കോങ്കോയിലെ പിഗ്മികൾ. മധ്യ ആഫ്രിക്കയിലെ ഇടതൂർന്ന കാടുകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞ ചില മനുഷ്യരുണ്ട്. പിഗ്മികൾ എന്ന് മൊത്തത്തിൽ വിളിക്കപ്പെടുന്ന ഈ ഗോത്രങ്ങൾ കോങ്കോ തടത്തിലെ കഠിനമായ സാഹചര്യങ്ങളിലും പൊരുതി ജീവിക്കുന്നവരാണ്.
പിഗ്മി എന്ന വാക്ക് ഇന്ന് അല്പം മോശമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും കാട്ടിൽ കഴിയുന്ന അക്ക, ബക്ക, എമ്പുട്ടി എന്നീ ഗോത്രങ്ങളെ വിവരിക്കാൻ പണ്ടേ ഈ പേരാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഇറ്റൂരി കാടുകളിലെ എമ്പുട്ടികളാണ് ഏറ്റവും ഉയരം കുറഞ്ഞവർ. ഇവിടുത്തെ ഏറ്റവും പൊക്കമുള്ള പുരുഷന്മാർക്ക് പോലും ശരാശരി 4 അടി 6 ഇഞ്ചിൽ താഴെ മാത്രമേ ഉയരമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഉയരക്കുറവ് അവർക്കൊരു ബലഹീനതയല്ല, മറിച്ച് അതൊരു വലിയ ഗുണമാണ്. കാടിനുള്ളിലെ വള്ളിച്ചെടികൾക്കിടയിലൂടെ വേഗത്തിൽ നീങ്ങാനും മൃഗങ്ങളെ വേട്ടയാടാനും ഈ ചെറിയ ശരീരം അവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഏകദേശം 9 ലക്ഷത്തോളം പിഗ്മികൾ കോങ്കോ ഭാഗത്തുണ്ട്. കൂടാതെ റുവാണ്ടയിലും സാംബിയയിലുമൊക്കെ ചെറിയ കൂട്ടങ്ങളായി ഇവർ കഴിയുന്നു. ചുക്ചി ട്രൈബ് മറ്റ് ഗോത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഞ്ഞുമൂടിയ സൈബീരിയയിൽ ജീവിക്കുന്ന ഗോത്രവിഭാഗമാണ് ചുക്ചികൾ. സത്യത്തിൽ ഇവിടെ അതിജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നൂറ്റാണ്ടുകളായി ഈ കൊടും തണുപ്പിലും ചുക്ചികൾ വളരെ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞുപോരുന്നു. 1700കളുടെ തുടക്കത്തിൽ റഷ്യൻ സാമ്രാജ്യം ഇവരെ കീഴടക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. 1701 മുതൽ 1764 വരെ ഏകദേശം 65 വർഷത്തോളം മഞ്ഞുമൂടിയ ആ നാട്ടിൽ വലിയ യുദ്ധങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. 1742 റഷ്യൻ ചക്രവർത്തിനി എലിസബത്ത് ചുക്ചികളെ മുഴുവനായി തുടച്ചു നീക്കാൻ ഉത്തരവിട്ടപ്പോൾ ഇവർ റഷ്യൻ പട്ടാളത്തെ പതിയിരുന്ന് ആക്രമിക്കുകയും അവരുടെ ഏറ്റവും കരുത്തനായ കമാൻഡർ മേജർ പാവ്ലുഡ്സ്കിയെ 1747 വധിക്കുകയും ചെയ്തു. ഒടുവിൽ തോറ്റ് പിന്മാറിയ റഷ്യക്കാർ തങ്ങളുടെ കോട്ട തന്നെ തീയിട്ട് നശിപ്പിച്ചാണ് അവിടെ നിന്നും ഓടിയത്. ഇതാണ് ചരിത്രം. സ്വന്തം നാടിനും പാരമ്പര്യത്തിനും വേണ്ടി അവർ നടത്തിയ ഈ പോരാട്ടം ഇന്നും അവരുടെ വലിയൊരു അഭിമാനമാണ്. ചുക്ചികളുടെ ജീവിതം പൂർണ്ണമായും റെയിൻഡിയർ എന്ന മൃഗങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയവയൊക്കെ ഇവർക്ക് ഇതിൽ നിന്നാണ് ലഭിക്കുന്നത്. മഞ്ഞുമൂടിയ വഴിയിലൂടെ മൃഗങ്ങളെ പിന്തുടർന്ന് വേട്ടയാടാൻ ഇവരെ കഴിഞ്ഞ് വേറെ ആരുമുള്ളൂ. വെറുമൊരു അതിജീവനത്തിനപ്പുറം റെയിൻഡിയറുകൾ ഇവർക്കൊരു ദൈവത്തെ പോലെയാണ്. പ്രകൃതിയുമായുള്ള ഇവരുടെ ബന്ധം ഉറപ്പിക്കുന്നത് ഈ മൃഗമാണ്. വിശ്വാസങ്ങൾക്ക് ചുക്ചി സംസ്കാരത്തിൽ വലിയ സ്ഥാനമുണ്ട്. ലോകം മുഴുവൻ ആത്മാക്കളാൽ നിറഞ്ഞതാണെന്നും നല്ല കഴിവുള്ള ഷാമന്മാർക്ക് ഈ ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റുമെന്നും ഇവർ വിശ്വസിക്കുന്നു. ഇവർ മരിച്ചവരെ അടക്കം ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൂടി കൂടെ വെക്കാറുണ്ട്. മരിച്ചവർക്ക് അതൊക്കെ മറുലോകത്ത് ആവശ്യമുണ്ടാകും എന്നാണ് ഇവരുടെ രീതി. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഗോത്രവിഭാഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.